ഈശോയിൽ അനുഗ്രഹീതരായവരെ, ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനൊരുക്കമായി പ്രത്യേകമാംവിധം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നാം നമ്മളെ തന്നെ ഒരുക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരുമയുടെ ഒരു പുൽക്കൂട് എൻ്റെ ഹൃദയത്തിൽ നിർമ്മിക്കുവാൻ ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ. നമുക്കറിയാവുന്നതുപോലെ ബൈബിൾ ചരിത്രത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. ഇതിൻ്റെ പഴയ നിയമ പുസ്തകം ആരംഭിക്കുന്നത് ഒരുമയുടെ ഒരു പറുദീസയുടെ വിവരണത്തോടു കൂടിയാണ്. സർവസൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവവും മനുഷ്യനും പ്രകൃതിയും ഒത്തിണങ്ങി വാണ ഒരുമയുടെ ഐക്യത്തിൻ്റെ പറുദീസ. എന്നാൽ കാലക്രമത്തിൽ മനുഷ്യൻ ഈ ഒരുമയുടെ പറുദീസയിൽ നിന്ന് പുറത്തു പോവുകയാണ്, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്ന് അകലുകയാണ്. മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലുന്നു, മനുഷ്യൻ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലുന്നു, മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് തന്നെ അകലുന്നു. ഇങ്ങനെ ഒരുമയുടെ പറുദീസയിൽ നിന്ന് അകൽച്ചയുടെ ഒരു പറുദീസയുമായിട്ടാണ് മലാക്കിയുടെ പുസ്തകത്തിലൂടെ പഴയ നിയമം അവസാനിക്കുന്നത്. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് ആദ്യത്തെ ഒരുമയുടെ പറുദീസയുടെ പുനരാവിഷ്കാരവുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ ജനനസ്ഥലമായ കാലിത്തൊഴുത്ത് തന്നെയാണ്. ഈ കാലിത്തൊഴുത്തിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, നമ്മൾ കാലിത്തൊഴുത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, പുൽക്കൂട്ടിൽ ദൈവമുണ്ട്, മാലാഖമാരുണ്ട്, തോടും കുന്നുകളും നിറഞ്ഞ പ്രകൃതിയുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, മുതിർന്നവരുണ്ട്, ശിശുക്കളുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്, സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്. എന്നാൽ ആരും ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരും മാറി നിൽക്കുന്നില്ല. എല്ലാവരും ക്രിസ്തു കേന്ദ്രീകൃതമായി സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ഈ ഒരു പുൽക്കൂടായിരിക്കട്ടെ നമ്മുടെയൊക്കെ മാതൃക. നമ്മുടെ ഹൃദയത്തിൽ നിർമ്മിക്കുന്ന പുൽക്കൂടിൽ ആരെയും നമ്മൾ മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഒരുമയുടെ പുൽക്കൂട് നിർമ്മിക്കുവാൻ നമുക്ക് ഈ ക്രിസ്തുമസ് നാളിൽ സാധിക്കുമാറാകട്ടെ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.